എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്ന് നമ്മുടെ ഭാരതത്തിലെ എല്ലാ ഹൈന്ദവ വിശ്വാസികളും വിനായക ചതുർത്ഥി ആഘോഷിക്കുകയാണ്. ശ്രീ മഹാദേവൻ്റെയും പാർവതിയുടെയും ഓമനപുത്രനായ ശ്രീ വിഘ്നേശ്വരൻ്റെ, ഗണേശൻ്റെ, വിനായകൻ്റെ ജന്മദിനം വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിച്ചു വരുന്നത്. നമ്മുടെ ഭാരതത്തിലെ ഹൈന്ദവ വിശ്വാസികൾ വളരെ വിപുലമായ ആഘോഷത്തോടെയാണ് ഈ വിനായക ചതുർത്ഥി ദിനം ആഘോഷിക്കുന്നത്. ഗണേശനെ പ്രാർത്ഥിക്കാനും പൂജ ചെയ്യാനും ഇത്രയേറെ നല്ലൊരു ദിവസം വേറെയില്ല. ഈ ഒരു ദിവസം തന്നെ ഗജപൂജയും അതുപോലെ തന്നെ ആനയൂട്ടും നടത്തുന്നത് ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വാസികൾ, അതായത് ഹൈന്ദവ വിശ്വാസികൾ, ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നു. സാധാരണ വിനായക ചതുർത്ഥി ദിനത്തോടനുബന്ധിച്ച് ഗണേശന്റെ വിഗ്രഹം ഉണ്ടാക്കുന്നത് കളിമണ്ണിലാണ്. ദിവസങ്ങളോളം വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയാണ് ഗണേശ വിഗ്രഹം ഉണ്ടാക്കുന്നത്. അങ്ങനെ നിർമ്മിച്ച ഗണേശ വിഗ്രഹം പൂജാതി കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം സമുദ്രത്തിലോ പുഴയിലോ നിമജ്ജനം ചെയ്യുന്നു. ഇതാണ് ഗണേശ ചതുർത്ഥി ആഘോഷം. നിങ്ങളെല്ലാവരും ഗണപതി ഭഗവാനെ ശ്രദ്ധിച്ചിട്ടില്ലേ? വളരെയേറെ പ്രത്യേകതയും അതുപോലെ തന്നെ അത്ഭുതവും സൃഷ്ടിക്കുന്ന ഒരു ആകാര ഭംഗിയാണ്, ആകാര വടിവാണ്, ശരീരമാണ് ഗണേശനുള്ളത്. ആനയുടെ തലയാണ് ഗണപതിക്ക്. എന്നാൽ ആ തലയ്ക്ക് ചേരാത്ത ഒരു ശരീരവും ആ ശരീരത്തിന് ചേരാത്ത വലിയ വയറും ആ വയറിന് ഒട്ടും ചേരാത്ത കാലുകളും അദ്ദേഹത്തിന് ചേരാത്ത വാഹനം, ഇതൊക്കെയാണ് ഗണപതിയുടെ പ്രത്യേകത. ശരീരം മറ്റെല്ലാ ദേവതകളെയും അപേക്ഷിച്ച് ഗണപതിക്ക് വ്യത്യസ്തമായ ശരീരമാണുള്ളത്. ഗണപതി തന്നെയാണ് ഈ പ്രപഞ്ചവും. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ പരസ്പരം ചേരാത്ത അനേകം വസ്തുക്കളുണ്ട്. ഈ അനേകം വസ്തുക്കൾ ഒത്തുചേരുന്ന ഒന്നായി നിൽക്കുന്ന ഒരു കൂട്ടമാണ് പ്രപഞ്ചം എന്നത്. ഇതേ സങ്കല്പമാണ് ഗണപതിയുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത്. പരസ്പരം ഒന്നാകാത്ത അനേകം ഭാഗങ്ങൾ ചേർന്ന ഒരു പ്രപഞ്ചം പോലെയാണ് ഗണപതി. ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വൃക്ഷഗണങ്ങളുടെയും പതി അഥവാ നാഥൻ എന്ന അർത്ഥമാണ് ഗണപതി എന്ന വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. എന്താണ് വിനായക ചതുർത്ഥി ഐതിഹ്യം? ഒരിക്കൽ ചതുർത്ഥി തിഥിയിൽ ഗണപതി ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്തപ്പോൾ ആകാശത്തിൽ സുസ്മേരവദനായ ചന്ദ്രൻ കാണുകയും ഗണപതിയുടെ കുടവയറും താങ്ങിയുള്ള നൃത്തം കണ്ടപ്പോൾ തന്നെത്താൻ മറന്ന് ചന്ദ്രൻ പരിഹസിച്ചിരിക്കുകയും ചെയ്തു. ഗണപതി ആ ചിരി നോക്കിയെങ്കിലും തന്നെത്താൻ മറന്ന് പരിഹസിച്ചിരിക്കുന്ന ചന്ദ്രൻ തൻ്റെ ചിരി അടക്കാനായില്ല, പരിഹാസം നിർത്താനായില്ല. ഇത് കണ്ട ഗണപതിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും വന്നു. കുഞ്ഞായ തന്നോട് ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പരിഹസിച്ചിരിക്കുന്ന ചന്ദ്രനോട് ഗണപതിക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ സ്വയം മറന്നു ചിരിക്കുന്ന ചന്ദ്രനെ അല്പസമയം കുപിതനായി ഗണപതി നോക്കി നിന്നു. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, അല്ല, ശപിച്ചു. ചതുർത്ഥി ദിനത്തിൽ നിന്നെ ദൃഷ്ടിയിൽപ്പെടുന്ന എല്ലാവരും അപവാദത്തിനും സങ്കടത്തിനും പാത്രമായി തീരട്ടെ. ഇതായിരുന്നു ഗണേശൻ ചന്ദ്രനെ നോക്കി ശപിച്ചത്. ഗണേശൻ്റെ, വിനായകൻ്റെ, വിഘ്നേശ്വരൻ്റെ ഈ ശാപം കേട്ട് തന്നെ തന്നെ മറന്നുകൊണ്ട് പരിഹസിച്ചിരിക്കുന്ന ചന്ദ്രൻ പെട്ടെന്ന് നിശബ്ദനായി, പരിഭ്രാന്തനായി. തൻ്റെ തെളിവാർന്ന വെളിച്ചത്തിലെ അമാവാസ്യ പോലെയായി ഗണേശൻ്റെ ഈ ശാപം. അങ്ങനെ തന്നെ പരിഹസിച്ച് ചിരിച്ച ചന്ദ്രന് ശാപം നൽകിയിട്ടും കോപം അടക്കാനാകാതെ ശ്രീ ഗണപതി തൻ്റെ കുഞ്ഞു കുമ്പയും കുലുക്കി നടന്നുപോയി. അങ്ങനെ കഥയൊന്നും അറിയാത്ത ശ്രീ മഹാവിഷ്ണു അനന്തശയ്യയിൽ കിടക്കുമ്പോൾ ആകാശത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ചന്ദ്രനെ കണ്ടു. സുസ്മേരവദനായി നിൽക്കുന്ന ചന്ദ്രനെ നോക്കി വിഷ്ണു ഭഗവാൻ പുഞ്ചിരി തൂക്കി. പൂർണ്ണചന്ദ്രനെ നോക്കി മന്ദഹസിച്ചു. അങ്ങനെ ശ്രീ ഗണേശ ശാപത്തിൻ്റെ ആദ്യ പാത്രമായി തീർന്നു ശ്രീ മഹാവിഷ്ണു. ഗണേശന്റെ ശാപത്തിനിരയായ മഹാവിഷ്ണുവിന് വല്ലാത്ത വിഷമമായി. തുടർന്ന് ഭഗവാൻ മഹാവിഷ്ണു
ശിവഭഗവാന്റെ അടുത്ത് പോവുകയും ശാപമോക്ഷത്തിനായി യാചിക്കുകയും ചെയ്തു. ഒടുവിൽ മഹാവിഷ്ണുവിൻ്റെ വേദന മനസ്സിലാക്കിയ മഹാദേവൻ വിഷ്ണുവിനോട് ഇപ്രകാരം പറഞ്ഞു: ഗണപതിയുടെ ശാപത്തിനിരയായ ഏതൊരു വ്യക്തിയും ഗണപതി സ്തോത്രം ചൊല്ലുകയും ഗണപതി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക, ശാപമോക്ഷം തീർച്ചയായും ലഭിക്കുന്നതാണ്. അങ്ങനെ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ പാർത്ത വിഷ്ണു ഭഗവാൻ ഗണപതി സ്തുതിയോടെ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. വ്രതം അനുഷ്ഠിച്ച് ശാപമോക്ഷം നേടി. ഇതാണ് വിനായക ചതുർത്ഥി ഐതിഹ്യം. മറാത്ത രാജാവായ ഛത്രപതി ശിവജിയാണ് ദേശീയത വളർത്തുന്നതിൻ്റെ ഭാഗമായി ഗണേശ ചതുർത്ഥി ആഘോഷം വിപുലമാക്കിയത്. 10-ാം ദിവസം ആനന്ദ ചതുർത്ഥി ദിനമായി ആചരിക്കുന്നു. ഈ ദിവസം ശ്രീ ഗണേശന്റെ വിഗ്രഹം നദിയിലോ കടലിലോ ഒഴുക്കുന്നു. ആഘോഷങ്ങളുടെ അവസാനമായ ഈ ദിവസം നിമഞ്ജനം ചെയ്യപ്പെടുന്ന ശ്രീ ഗണേശൻ തൻ്റെ മാതാപിതാക്കൾ കുടിയിരിക്കുന്ന കൈലാസത്തിലേക്ക് തിരികെ പോകുന്നു എന്നതാണ് ഐതിഹ്യം. ഒരിക്കൽ ഭൂമിയിൽ ജനിച്ചാൽ അവന് മരണമുണ്ടെന്ന സൂചകമായി ഈ നിമഞ്ജനത്തെ കണക്കാക്കുന്നു. ജനനം, ജീവിതം, മരണം എന്ന കാലചക്രത്തെ ഗണേശ നിമഞ്ജനം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിനായക ചതുർത്ഥി ആശംസകൾ. മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നത്.